ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 28 മൈൽ ആട് ചന്തയിലാണ്. എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഇവിടെ ചന്ത നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് 12 മണി മുതൽ തുടങ്ങിയിട്ടാണ് ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ചന്ത ആരംഭിക്കുന്നത്. ഒരു 2 മണി 3 മണി ആടുകളൊക്കെ തീരുന്നത് വരെയുള്ള ഒരു ചന്തയാണ്. അപ്പോൾ ഈ ചന്തയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴം ഞായർ ദിവസങ്ങളിലാണ് വരേണ്ടത്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 28 മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്ലമ്പലത്തിനും പാരിപ്പള്ളിക്കും ഇടയിലുള്ള നാഷണൽ ഹൈവേയിൽ തന്നെയാണ്. കല്ലമ്പലത്തിനും പാരിപ്പള്ളിക്കും ഇടയിലുള്ള സ്ഥലമാണ് 28 മൈൽ. ചന്തയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആടുകളെയും കൊണ്ടുവരുന്നവർക്ക് ചന്തയ്ക്കുള്ളിലേക്ക് നേരത്തെ പ്രവേശിക്കാൻ കഴിയും. നിങ്ങൾ 12 മണിക്ക് മുന്നേ 12:30 മണിക്ക് മുന്നേ വന്നാലും ആടുകളെ വിൽക്കാൻ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ ചന്തയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. വാങ്ങാൻ വരുന്നവർക്ക് 12:30 മണി കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആടുകളെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഒരു 12:30 മണി വരെ വരുന്നവർക്ക് ആടുകളെയൊക്കെ കൊണ്ടുവന്ന് അതായത് സ്ഥാനങ്ങളിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ 12:30 മണി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വാങ്ങാൻ വരുന്നവർക്കെല്ലാം ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. വിലപേശിയൊക്കെ വാങ്ങാം. നല്ല ആട്ടിൻകുട്ടികളെയും വളർത്തു കുട്ടികളെയൊക്കെ, അതുപോലെ മുട്ടനാടുകൾ, കറവയുള്ള ആടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ആടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിൽക്കാനും കഴിയും. അപ്പോൾ നല്ലൊരു ചന്തയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കല്ലമ്പലത്തിനും പാരിപ്പള്ളിക്കും ഇടയിലുള്ള സ്ഥലമാണ്. എങ്ങനെ വില വയ്ക്കുന്നത്? ഇതൊക്കെ വില വയ്ക്കുന്നത് 3 കൂടെ 9 രൂപയ്ക്ക് കൊടുക്കും. 3 കൂടെ 9 അല്ലേ? 3 കൂടെ ചോദിക്കുന്നു. 7 കൊടുക്കും. നല്ല കുട്ടികൾ 7.5 കിട്ടിയാൽ നിങ്ങൾ കൊടുക്കും. മറ്റേ അതിനാ വലിയ കുട്ടിക്ക് 5 രൂപ ചോദിച്ചു. 4 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ അതും കൊടുക്കും. 4 കിട്ടിയ കൊടുക്കും. ഓക്കെ ഓക്കെ. ഇവിടെ കുഞ്ഞു നല്ല ഫസ്റ്റ് കുട്ടികൾ. ഇത് 3 രൂപ എല്ലാ ആഴ്ചയും വരാറുണ്ടോ? ആഴ്ച വരും. എല്ലാ വ്യാഴവും ഞായറും നമ്മളിവിടെ വന്നിരുന്നു. എങ്ങനെ വില നിലവാരമൊക്കെ പൊതുവിൽ? നിലവാരം കുഴപ്പമില്ല. ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. കുട്ടികളെ വിൽക്കുന്നുണ്ട്. നല്ല കുട്ടികൾ വരുന്ന ചന്തയത്. അപ്പൊ കുട്ടികളെയൊക്കെ വാങ്ങാൻ വന്നാലും കൊള്ളാം അല്ലേ? നല്ല കുട്ടികളെ കിട്ടും. നല്ല കുട്ടികളെ കിട്ടും. അവരൊക്കെ ഇഷ്ടപ്പെട്ട കുട്ടികളെ വേണം. ഓക്കെ ഓക്കെ. വിൽക്കാനൊക്കെ കൊണ്ടുവരുന്നവർ 5, 6, 7, 10, 15 ആടുകളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വലിയ പിക്കപ്പിലൊക്കെ ആടുകളെ കൊണ്ടുവരുന്നതൊക്കെ ഒരു 10, 15 എണ്ണമൊക്കെ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ 20 എണ്ണം കാണും, 25 എണ്ണം കാണും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ വരുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് നല്ല കുട്ടികളെ അല്ലെങ്കിൽ നല്ല ആടുകളെ ഒക്കെ നമുക്ക് നോക്കി വാങ്ങാൻ കഴിയും. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ ആടുകളെ വാങ്ങാൻ വേണ്ടിയും വിൽക്കാൻ വേണ്ടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചില സമയങ്ങളിലൊക്കെ ആടുകളെ വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ആടുകളെ കൂടാതെ കുറച്ച് പശുക്കളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സാധാരണ കൂടുതലും ആടുകൾ തന്നെയാണ് വരുന്നത്. ചിലപ്പോഴൊക്കെ പശുക്കൾ, അതുപോലെ പോത്തിൻ കുട്ടികളൊക്കെ വരാറുണ്ട്. എവിടെ നിന്ന് വരുന്നേ? ഞാൻ കൊട്ടിയതല്ലേ? ഇത് എങ്ങനെ വില വരുന്ന ആട്? 16 രൂപ വില ചോദിക്കുന്നു. എത്രയൊക്കെയാണെ കൊടുക്കും? 14 രൂപയ്ക്ക് കൊടുക്കും. 14 കിട്ടിയ കൊടുക്കും അല്ലേ? ഇത് എത്ര മാസമായതാ? ഇത് 2 വയസ്സായി. 2. ഓക്കെ ഓക്കെ.
ഇതെങ്ങനെ വില എങ്ങനെ? വില ഒരു 13 രൂപ. രണ്ടും കൂടെയാണോ? രണ്ടും രണ്ടും കൂടെ 13 രൂപയാണെങ്കിൽ കൊടുക്കും അല്ലേ? എത്ര മാസമായ കുട്ടികളാ? ഒരു 4 മാസമായ 4 മാസമായത് അല്ലേ? ആൺകുട്ടികളാ? കിടായ? ഒരാണും ഒരു പെണ്ണും. ഒരാണും ഒരു പെണ്ണും ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? ഓയൂർ. ഓയൂര്. ഓക്കെ. ഇവിടെ നിൽക്കുന്ന